ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശ്രുതി സച്ചിയോട് രേവതിയോട് പറയുന്നുണ്ട്, രേവതിക്ക് സുഖമില്ല, മാത്രമല്ല നിങ്ങൾക്ക് ജോലിയൊക്കെ ഉള്ളതല്ലേ, ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് രേവതിയാണ് അതിന് മറുപടി പറയുന്നത്. രേവതി വേഗം തന്നെ പറയുന്നുണ്ട്, അതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ശ്രുതി, മാത്രമല്ല 1,00,000-ന് മേളിൽ വരുമാനമൊന്നും ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ ദിവസേന കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ശ്രുതി വേഗം ചെല്ലല്ലേ, ശ്രുതിക്ക് വലിയ നഷ്ടമായിരിക്കുമെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് നല്ലൊരു തിരിച്ചടി കിട്ടുകയാണ്. ഒരു സമയം സച്ചി പറയുന്നത് കിട്ടേണ്ടത് കിട്ടിയില്ല, മതിയായില്ല, ഇനി പോയിക്കോളോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയായിട്ട് മിണ്ടാതിരിക്കുക, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ശ്രുതിയാണെങ്കിൽ ആകെ നാണം കെട്ട അവസരത്തിൽ തന്നെ അവിടെ നിൽക്കാൻ കേട്ടോ. റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വിമലാൻ്റെ ആദ്യക്കുട്ടിനെ കുറിച്ച് ഓർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് രേവതിയും സച്ചിയങ്ങളും കൂടി അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ആദ്യം എഴുന്നേറ്റിട്ട് പറയുന്ന, എനിക്ക് ആകെ പേടിയാവുന്നു, എൻ്റെ കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മോൻ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിമലാൻ്റെ സമാധാനിപ്പിക്കുന്ന സമയത്ത് ആദ്യക്കുട്ട മോൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കെട്ടഴിക്കാമെന്ന് രേവതി പറയുമ്പോൾ തന്നെ രേവതിയുടെ ശബ്ദം ആദ്യം തിരിച്ചറിയാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആദ്യം മോനെ ഞാനിവിടെ ഉണ്ട്, മോൻ പേടിക്കണ്ട കേട്ടോ, 2 ദിവസത്തേക്ക് നമ്മളത് കണ്ണ് പൊത്തി കളിക്കാമെന്ന് വിചാരിച്ചാൽ മതി, അല്ലാതെ വേറൊരു കുഴപ്പം മോനില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നുണ്ട് തനിക്ക് പേടിയാകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിയും സച്ചി വിമലയും കൂടെ കൂടിയിട്ട് ആദ്യം സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ വന്നതിന് ശേഷം ആദ്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യം മോനെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, 2 ദിവസത്തിനുള്ളിൽ തന്നെ നിൻ്റെ കണ്ണിൻ്റെ കെട്ടഴിക്കാം, വേറൊരു യാതൊരുവിധ ബുദ്ധിമുട്ടും മോനില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യം സമാധാനമാവുന്നുണ്ട്. പിന്നീട് ഡോക്ടർ പോയി കഴിയുന്ന സമയത്ത് വേഗം തന്നെ സച്ചി അവിടെ നിന്ന് പോവുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ വിമലാൻ്റെ ശ്രുതിയെ ഫോൺ വിളിക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ രേവതിയോടായിട്ട് പറയുന്നുണ്ട്, രേവതി മോളെ ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് മാറി നിന്നിട്ട് ശ്രുതിയോടായിട്ട് ഇന്ന് ഡിസ്ചാർജ് ആയി എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അമ്മ എന്തായാലും ഇന്ന് ഡിസ്ചാർജ് മേടിച്ച് പോകണ്ട, അവിടെയും വരെ പോയിട്ട് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ടേ, ഒരു കാര്യം ചെയ്യും ഹോസ്പിറ്റലിൽ തന്നെ 2 ദിവസം നിൽക്കാൻ നോക്കുക, അവിടെ റൂമുള്ളതല്ലേ, അതിന് ബില്ലൊക്കെ ഞാൻ കൊടുത്തോളാം, പറ്റുമെന്നാണെങ്കിൽ നൈറ്റിൽ ഞാൻ വരാമെന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് മോളെ നൈറ്റിൽ ബുദ്ധിമുട്ട് വരുമൊന്നും വേണ്ട, എന്തായാലും ഇവിടെ റൂം കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് വിമലായിട്ട് സംസാരിച്ച് കോള് കട്ട് ചെയ്തിട്ട് പോകുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഞാൻ അടച്ചിട്ടുണ്ട്, വാ നമുക്ക് പോകാം, ആദ്യയുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറയുമ്പോഴത്തേക്കും മോൻ എന്തിനാ ബില്ലൊക്കെ അടച്ചത്, നിങ്ങൾക്ക് ഞങ്ങളെക്കൊണ്ട് തന്നെ അല്ലാതെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി, ഇനി ബില്ലും കൂടെ അടച്ചത് എന്തിനാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബില്ലുള്ള ആൻറ്റി, നമുക്ക് അങ്ങോട്ട് ആദ്യയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിമലയും കൂട്ടിക്കൊണ്ട് ആദ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ചെന്ന ഉടനെ തന്നെ സച്ചി രേവതിയായിട്ട് പറയുന്നത് ഹോസ്പിറ്റൽ ബില്ല് അടച്ചിട്ടുണ്ട്, വലിയ തുകയൊന്നും ആയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിമലാൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, ഇന്നെന്തായാലും ഡിസ്ചാർജ് ചെയ്യും, പക്ഷേ ഇന്നെന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഇവിടെ തന്നെ എന്തെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കട്ടെ, 2 ദിവസം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ റൂം എടുക്കുന്നത്, തൊട്ടടുത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് സച്ചി പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ വിമലാൻ്റെ ഞെട്ടുന്നുണ്ട്. അതിനുശേഷം പറയുന്നത്, അതൊന്നും ശരിയാവുകയില്ല മോനെ, ഞങ്ങൾ ഇവിടെ റൂം എടുത്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും രേവതിയും പറയുന്നുണ്ട്, ആൻറ്റി എന്താ ആൻറ്റി അങ്ങനെ പറയുന്നത്, ഞങ്ങളൊരു അന്യരെ പോലെയാണ് കണ്ടിരിക്കുന്നത്, ആൻറ്റി ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാണ്, ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വന്നാലും എന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് ആദ്യം പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇവിടെ നിൽക്കണ്ട, എത്രയും വേഗം വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണ്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട്, മോൻ പേടിക്കണ്ട കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം, ആൻറ്റി വേഗം ആദ്യം ഇവിടെ നിന്ന് ചിലപ്പോൾ ഇവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുകയില്ല, ഈ ഹോസ്പിറ്റലിലെ അന്തരീക്ഷവും അതുപോലെ രോഗികളുടെ കരച്ചിലും ബഹളമൊക്കെ തന്നെ ഇവനാകെ അസ്വസ്ഥനാകും, അല്ലെങ്കിൽ തന്നെ ഇവനാകെ പേടിയിലാണ്, മാത്രമല്ല നൈറ്റിൽ ആൻറ്റി മാത്രം ഇവൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല, ആൻറ്റി വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിയുടെ രേവതിയുടെ നിർബന്ധപ്രകാരം ഇരുവരും വീട്ടിലേക്കായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ വിമലാൻ്റെയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആദ്യയുടെ അവസ്ഥ എന്തായി എന്ന് കുറച്ച് ആകെ ടെൻഷനിലാണ്. ആ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് ശ്രുതി ആദ്യമൊന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രുതി വേഗം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ നിർബന്ധിക്കുന്ന സമയത്ത് ശ്രുതിയോടായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി വേഗം തന്നെ പറയുകയാണ്, നീ പുറത്ത് പോയിട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, നിനക്ക് എന്താ രൂപത്തിലും ഭാവത്തിലേക്കും വല്ലാത്തൊരു മാറ്റം പോലെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് തോന്നുന്നതാണ്, ശ്രുതി ചെല്ലും ഞാൻ വേഗം വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടെങ്കിലും ശ്രുതിനെ സംശയത്തോടുകൂടി തന്നെ നോക്കുന്നുണ്ട് ശ്രുതി. അതിനുശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. ശ്രുതി പോയത് തൊട്ട് പിന്നാലെ തന്നെ റൂം അടച്ചിട്ട് വീണ്ടും വിമലാൻ്റെ വിളിക്കുന്നുണ്ട്, എന്നാൽ കോള് കണക്റ്റ് ആകാത്തത് കൊണ്ട് തന്നെ ശ്രുതി ആകെ ടെൻഷനിലാണ്. ഇതേ സമയം തന്നെ താഴത്തെ നിലയിലാകട്ടെ രവി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് ചന്ദ്ര. അതിൻ്റെ കൂടെ തന്നെ രേവതിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നിനക്ക് ഒരു നിമിഷമെങ്കിലും രേവതി മോളെ കുറ്റപ്പെടുത്തലൊരു സമാധാനം ഇല്ലാല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ രാവിലെ ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് പോയതാണ്, ഇത്രയും നേരം വേണം ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് വരാനായിട്ട്, അവരവിടെ ചുറ്റിക്കറങ്ങാൻ പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. വന്നുടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും
രാവിലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആ ശരിയായ നടപടിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ദേ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രേവതി ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കുറ്റം പറയുന്ന സമയത്ത്, ആൻറ്റി രേവതി ചേച്ചി സുഖമില്ലാഞ്ഞിട്ടില്ലേ, എന്തിനാ ആൻറ്റി ഏത് സമയത്ത് രേവതി ചേച്ചിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, പക്ഷേ നിനക്ക് രേവതിയെ മനസ്സിലാകാഞ്ഞിട്ടാണ്, അവളുടെ ഉള്ളിലിരിപ്പ് എന്താണ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി താഴത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. ശ്രുതിയുടെ മുഖഭാവം കാണുന്ന സമയത്ത് ചന്ദ്ര വേഗം എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാൻ അവളോട് ചോദിച്ചത്, പക്ഷേ അവൾ എന്നോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല ആൻറ്റി, വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. രേവതിനെ കാണുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നത്, ആ വന്നല്ലോ, കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാറായ സമയത്ത് തന്നെ കയറി വന്നു, വാ ഇങ്ങോട്ട് കയറി വാ, ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, മോളെ രേവതി ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണ പനിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അവിടെ തന്നെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, നിന്റെ കെട്ടിയവനില്ലാതെ അകത്തേക്ക് കയറി വരില്ലായിരിക്കില്ലേ, ഓ നിങ്ങൾ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ കളിയായിക്കൊണ്ടിരുന്ന സമയത്താണ് രേവതി പുറത്തേക്ക് നോക്കിയിട്ട് കയറി വായെന്ന് പറയുന്നത് കേട്ടോ. വിമലാൻറ്റി വരുന്നത് കാണുമ്പോൾ തന്നെ ശ്രുതിയാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇവരെന്താ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത്, ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് വിമലാൻറ്റിയെ കണ്ടു, ആദ്യമൊക്കെ ആക്സിഡൻറ്റ് പറ്റിയതാണെന്നൊക്കെ രേവതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി ആദ്യം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യം കൂടെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. വിമലാൻറ്റി ആണെങ്കിൽ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ രവി ആദ്യയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം, ഇത് കണ്ണിനാണല്ലോ കെട്ടി കണ്ണിനാണോ പരിക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, കണ്ണിൻ്റെ മുകളിലൊരു മുറിവുണ്ട് അച്ഛാ, അതിൻ്റെ കെട്ടാണെന്ന് സച്ചി മറുപടി പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്രയുടെ നാക്ക് വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. രേവതിയെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് നമ്മുടെ ചന്ദ്ര നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. വേറെ തന്നെ രവി പറയുന്നു, നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്രൻ. ഈ ഒരു സമയത്ത് വിമലാൻ്റെ പറയുന്നുണ്ട്, ഞങ്ങൾക്കാണ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ, എന്തായാലും ഞങ്ങളിനി ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ മുറി എടുത്തോളാമെന്ന് സച്ചിയോട് പറഞ്ഞത്, പക്ഷേ സച്ചിയുടെ നിർബന്ധപ്രകാരമാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അവനല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയുകയുള്ളൂ, ഈ 2 ദിവസം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇവിടെ റൂമിൻ്റെ പ്രശ്നമാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എവിടെ നിർത്താമെന്ന് വിചാരിച്ച് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ സച്ചിയോട് ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയാണെങ്കിലും വിമലേനെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ശ്രുതിയെ കാണാതെ പോയ സമയത്ത് നാട്ടിൽ അന്വേഷിക്കാൻ നിന്ന സമയത്ത് തന്നെ ആശ്വാസവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിച്ച് നിർത്തിയ വിമലയാണല്ലോ, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി ആ ഒരു സമയത്ത് പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്ര ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ചന്ദ്ര ഇവരിവിടെ നിൽക്കാൻ പറ്റുകയില്ല, ഇത് എൻ്റെ വീടാണെന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര ദേഷ്യത്തോട് തന്നെ സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ആരും ഇവരെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആരെ താമസിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഇത് നിങ്ങളുടെ വീടാകുന്ന അങ്ങനെ, ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടി വീടാണ്, അച്ഛൻ തീരുമാനിക്കും ഇവരിവിടെ നിർത്തണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്ന സമയത്ത് നമ്മൾ ശ്രുതി വിമലയെ തന്നെ നോക്കി നിൽക്കുകട്ടെ, ഇനി എന്താവും സംഭവിക്കാൻ പോവുക എന്നുള്ളൊരു ആകെ ടെൻഷനിലാണ് ശ്രുതിയുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.